തിയേറ്റർ ഇന്നോവേഷൻ നടത്തിയപ്പോൾ കുറച്ചധികം പഴയ ഫിലിം റീൽസ് കിട്ടി. ഞാനത് ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. പക്ഷേ അത് സിനിലാൻഡ് ചിത്രീകരിച്ചതാണോ എന്നൊരു സംശയം. സിനിലാൻഡ് ഉണ്ടായിരുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ സിനിലാൻഡിനെ പറ്റി അറിയാൻ എൻ്റെ അടുത്തായിരുന്നില്ല വരേണ്ടത്, പീറ്ററിൻ്റെ അടുത്തായിരുന്നു. പീറ്ററാണ് സിനിലാൻഡിനെ പറ്റി എഴുതിയത്. എവിടെയാണ് അദ്ദേഹം ഉള്ളത്? പോളണ്ട് ഇൻ്റർനാഷണൽ ഫിലിം സ്കൂൾ. പോളണ്ട് വരെ പോയി അന്വേഷിക്കാൻ മാത്രം എന്താണ് ഈ സിനിലാൻഡ്? ആരാണ് ഈ ഹെൻറി? സിനിമയുടെ പ്രാരംഭ കാലഘട്ടത്തിലെ പ്രധാന ആർട്ട് ഡയറക്ടറിൽ ഒരാളായിരുന്നു ഹെൻറി. ഒരു ദിവസം ജേക്കബ് എന്ന സംവിധായകൻ അദ്ദേഹത്തിൻ്റെ പുതിയ സിനിമയുടെ കഥ പറയാൻ ഹെൻറിയെ തേടിയെത്തി. പൂർണ്ണമായും ഒരു ദ്വീപിനെ ചുറ്റിപ്പറ്റിയ കഥയായതുകൊണ്ട് ജേക്കബ് പറഞ്ഞതനുസരിച്ചുള്ള ഒരു ദ്വീപ് തേടി ഹെൻറി യാത്ര ആരംഭിച്ചു. മാസങ്ങളോളം നീണ്ടുനിന്ന യാത്രയ്ക്ക് ശേഷം ഹെൻറി ആ സിനിമയ്ക്ക് പറ്റിയൊരു ദ്വീപ് കണ്ടെത്തി. അതാണ് ഹെൻറിയുടെ സിനിലാൻഡ്. യാത്ര കഴിഞ്ഞ് തിരിച്ചു വന്ന ഹെൻറി ഈ വിവരം ജേക്കബിനെ അറിയിച്ചു. 20ഓളം നടീനടന്മാരും ഷൂട്ടിങ്ങിന് ആവശ്യമായ സാധനങ്ങളുമായി സിനിലാൻഡിനെ ലക്ഷ്യമിട്ട് അവരുടെ കപ്പൽ മുന്നോട്ടേക്ക് പാഞ്ഞു. പക്ഷേ നാളിതുവരെയായിട്ടും അവരെ ആരെയും പിന്നെ കണ്ടിട്ടില്ല. ഇതൊക്കെ ഉള്ളതാണോ? ആണെങ്കിൽ ആ ഫിലിം റീൽസ് എങ്ങനെ നിങ്ങളുടെ കയ്യിലെത്തി? എനിക്കറിയില്ല. ഇതൊക്കെ അറിയാവുന്ന ഒരാളെ ഇപ്പോൾ ഇവിടെയുള്ളൂ, പീറ്റർ. പീറ്റർ എന്ന എഴുത്തുകാരനിലൂടെ മാത്രം അറിഞ്ഞ സിനിലാൻഡും ഹെൻറിയും. ഇനി അതിൻ്റെ സത്യമറിയാൻ പീറ്റർ ഇല്ല. ബാക്കിയുള്ളത് കുറച്ച് ഫിലിം റീൽസ് മാത്രം. ഒരു മിത്തായും കഥയായും മാത്രം കണ്ടിരുന്ന സിനിലാൻഡിൻ്റെ യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കാൻ വീണ്ടും കാലങ്ങൾ കടന്നുപോയി. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം കടലിൻ്റെ അടിത്തട്ടിൽ നിന്ന് കണ്ടെത്തിയ കപ്പലും അതിലെ ചില അവശിഷ്ടങ്ങളും സിനിലാൻഡ് ഉണ്ടായിരുന്നു എന്ന്
വിശ്വസിക്കാൻ പറ്റുന്ന രീതിയിലുള്ളതായിരുന്നു. അവിശ്വസനീയമായ എല്ലാ കഥകളും മിത്തുകളല്ല, ചില മിസ്റ്ററികളാവാം.